നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് സീരിയൽ നടി അനുശ്രീ. 2021 അനുശ്രീയും സീരിയൽ ക്യാമറാമാൻ വിഷ്ണുവും രഹസ്യമായി വിവാഹിതരാകുന്നത്. അനുശ്രീയുടെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ നടി വിവാഹം കഴിച്ചതിന് ശേഷം സീരിയൽ ലൊക്കേഷനിൽ പോയി ആഘോഷമാക്കുകയായിരുന്നു. താരത്തിന്റെ വിവാഹം, കുഞ്ഞിന്റെ ജനനം തുടങ്ങിയ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിവാഹത്തോടെയാണ് അനുശ്രീ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത്. മകൻ കൂടി പിറന്നതോടെ അഭിനയത്തിൽ നിന്നും കുറച്ചുകാലത്തേക്ക് നടി വിട്ടുനിൽക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ പേജുകൾ വഴിയും യൂട്യൂബ് ചാനൽ വഴിയുമാണ് അനുശ്രീ തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരെ അറിയിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു വർഷത്തിലേറെയായി അനുശ്രീയുടെ യാതൊരു വിവരവുമില്ല. അനുശ്രീ എവിടെയാണെന്നാണ് ആരാധകരുടെ ചോദ്യം. ബിഗ് സ്ക്രീൻ താരങ്ങളെക്കാൾ ആരാധകരുള്ളവരാണ് ഇപ്പോൾ മിനി സ്ക്രീൻ താരങ്ങളും യൂട്യൂബ് സെലിബ്രിറ്റികളും. ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്ന അനുശ്രീക്ക് ചെറുപ്പം മുതലേ ആ സ്നേഹവും വാത്സല്യവും ആരാധകരിൽ നിന്നും കിട്ടിയിരുന്നു. ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ബാലതാരമായി വന്ന താരം പിന്നീട് എന്റെ മാതാവ്, അമല, അരയന്നങ്ങളുടെ വീട്, മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പോലുള്ള നിരവധി സീരിയലുകൾ ചെയ്തു. പൂക്കാലം വരവായി എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അനുശ്രീയുടെ വിവാഹം. എന്റെ മാതാവ് എന്ന സീരിയലിന്റെ ക്യാമറാമാനായ വിഷ്ണു സന്തോഷിനൊപ്പമായിരുന്നു വിവാഹം. വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തതുകൊണ്ട് തന്നെ അന്നത് വലിയ വാർത്തയായി. അതുവരെ എല്ലാം അമ്മയായിരുന്നു അനുശ്രീക്ക്. വിവാഹത്തിന് ശേഷം അമ്മയെ മിസ് ചെയ്യുന്നില്ല എന്നൊക്കെ അനുശ്രീ പറഞ്ഞതും മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അധികം വൈകാതെ അനുശ്രീ ഗർഭിണിയായി. അതോടെയാണ് അമ്മയുമായി വീണ്ടും അടുത്തത്. വളകാപ്പ് ചടങ്ങുകൾ വരെ വിഷ്ണുവും അനുശ്രീയുമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വളകാപ്പോടെ അനുശ്രീ സ്വന്തം വീട്ടിലേക്ക് പോയതോടെ ഇരുവരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പ്രസവത്തോടെ അനുശ്രീ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന വാർത്തകളും വന്നു തുടങ്ങി. നൂലുകെട്ട് ചടങ്ങിന് വിഷ്ണു വരാതെ ആയതോടെയാണ് വാർത്തകൾ ശക്തമായത്. വിവാഹം കഴിഞ്ഞതു മുതൽ യൂട്യൂബിൽ സജീവമായ അനുശ്രീ തന്റെ വിശേഷങ്ങളെല്ലാം അവിടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. മകൻ പിറന്നതിന് ശേഷം അനുശ്രീ ആരവ് എന്ന പേരിലായി ചാനൽ. എല്ലാ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പങ്കുവച്ച അനുശ്രീയുടെ യൂട്യൂബിൽ 50K സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ 1ാം പിറന്നാൾ വരെ എല്ലാ വിശേഷങ്ങളും ഒന്നുവിടാതെ പങ്കുവച്ചു. പക്ഷേ അതിനുശേഷം അനുശ്രീയുടെ യാതൊരു വിവരവുമില്ല. യൂട്യൂബ് ചാനലും ഇപ്പോൾ കാണാനില്ല. മാസങ്ങൾക്ക് മുൻപ് മകന്റെ 2ാം പിറന്നാൾ ആശംസകൾ അറിയിച്ച് അനുശ്രീ ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരുന്നു. അതിനുശേഷം എന്റെ പടയപ്പ എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ ഒരു സൂപ്പർ വീഡിയോയും പങ്കുവച്ചു. പിന്നീട് ഒരു പോസ്റ്റും ഉണ്ടായില്ല. ഒരു ഇൻസ്റ്റഗ്രാം ക്രാഫ്റ്റിംഗ് പേജ് അനുശ്രീയെ ടാഗ് ചെയ്ത് പങ്കുവച്ച പോസ്റ്റാണ് ഏറ്റവും ഒടുവിൽ. അമ്മയ്ക്കും കുഞ്ഞിനും ഒപ്പമുള്ള ഒരു ഫോട്ടോ അനുശ്രീ കീ ചെയിനിൽ ക്രാഫ്റ്റ് ചെയ്തതാണ് ആ പോസ്റ്റ്. അമ്മയോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു എന്നതിനപ്പുറം ഇപ്പോൾ അനുശ്രീയുടെ യാതൊരു വിവരവുമില്ല. എവിടെയാണ് യൂട്യൂബ് ചാനലിന് എന്ത് സംഭവിച്ചു എന്നാണ് അപ്പോഴും ആരാധകരുടെ ചോദ്യം. പ്രസവശേഷമാണ് അനുശ്രീയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഭർത്താവ്, അച്ഛൻ എന്നുള്ള സ്ഥാനം തരാതെയാണ് അനുശ്രീയും വീട്ടുകാരും പലപ്പോഴും പെരുമാറിയിട്ടുള്ളതെന്ന് വിഷ്ണു തന്നെ പലപ്പോഴായി പറഞ്ഞിരുന്നു. പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും. പക്ഷേ ദമ്പതികളുടെ ദാമ്പത്യത്തിന് 1 വർഷത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്.